ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകള് പുരുഷന്മാരെക്കാൾ കൂടുതൽ പൊണ്ണത്തടി അല്ലെങ്കിൽ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഒരുപാട് പൊണ്ണത്തടിക്കാരായ സ്ത്രീകളെ നമ്മൾ കേരളത്തിൽ കാണുന്നത് എന്ന വിഷയമാണ്. നമ്മുടെ ഈ കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക വ്യവസ്ഥ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇവിടെ ഏത് മതസ്ഥരാണെങ്കിൽ പോലും പൊതുവെ സ്ത്രീകൾ എന്ന് പറയുന്ന വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ട രീതിയിലേക്കാണ് നമ്മുടെ സാമൂഹിക രീതി കാണുന്നത്. വീട്ടിലെ മക്കളെ പരിപാലിക്കുക, വീട് പരിപാലനം, വീട്ടുകാരനാണ് പൊതുവെ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവാദിത്വം സംഭവം. എന്നാൽ പുരുഷന്മാരാണെങ്കിലോ അവര് വീട്ടിലേക്കുള്ള വരുമാനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് നാട്ടിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് കുടുംബം പോറ്റാൻ വേണ്ട സമ്പത്ത് കണ്ടെത്തുന്ന രീതി പുരുഷന്മാരിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ സ്ത്രീകൾക്ക് ഈ ഒരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ മക്കളൊക്കെ വീട്ടു പഠനം കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഒഴിവ് സമയമാണ്. അപ്പൊ ഈ ഒഴിവ് സമയം എന്ത് ചെയ്യും, അവര് വെറുതെ ഇരിക്കും, കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ഈ ഭൂരിപക്ഷം വീടുകളും പ്രവാസികളായ വീടുകളായതുകൊണ്ട് പ്രവാസികൾ എന്തിനാ അവര് ആണുങ്ങളൊക്കെ വിദേശ ജോലി ചെയ്യുന്നതായിരിക്കും. ശരിക്കും പ്രത്യേകിച്ച് വീട്ടു ജോലികളല്ലാത്ത മറ്റു പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത കാരണം അവർ വീട്ടിലിങ്ങനെ ഒരു വെറുതെ ഇരിക്കും. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ മൊബൈലൊക്കെ സ്കൂൾ ചെയ്ത് മൊബൈലിൽ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കളിച്ചിരിക്കുക, അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതൊരു പൊതുവെ പണത്തടിയിലേക്ക് നമ്മളെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റം നമ്മുടെ ഈ നമ്മുടെ നാടുകളിൽ കാണുന്ന ഈ പ്രസവാനന്തര ശുശ്രൂഷകളൊക്കെ ഉണ്ട് സ്ത്രീകൾക്കുള്ള. എന്തൊരു ഭീകരമായ പൊട്ടത്തെറ്റുകളായി വരുത്തുന്നത്. ഈ പ്രസവാനന്തരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള ഭക്ഷണങ്ങള്, നെയ്യ്, പിന്നെ അരിഷ്ടം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലേഹ്യങ്ങള്, പിന്നെ ഒരു ഉത്സവമാണ്. ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ സ്ത്രീ പിന്നെ ഒരു 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ തടിച്ചിട്ട് ആകെ എന്ത് ചെയ്യാ, ശരീരമൊക്കെ ആകെ പിടുത്തപ്പെട്ട രീതിയിൽ അവർ വരുന്നത്. ഈ സംവിധാനത്തിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ ഞാൻ താമസിക്കുന്നത് നിലമ്പൂർ പ്രദേശത്താണ്. നിലമ്പൂർ പ്രദേശത്ത് കാട്ടുവാസികൾ, വളരെ കുറച്ച് കുടുംബങ്ങളാണെങ്കിൽ പോലും കാട്ടുവാസികളുണ്ട്. കാടിന്റെ ഗുഹകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവിടെ സ്ത്രീകളുണ്ട്, അവരും പ്രസവിക്കുന്നുണ്ടല്ലോ. അവിടെ അവർക്ക് പ്രസവാനന്തര വലിയ ചടങ്ങുകളൊന്നുമില്ല. അത് പ്രകൃതിയാലുള്ള ഒരു ദൈവിക അനുഗ്രഹമാണ്. സ്ത്രീകൾക്ക് നൽകിയ അനുഗ്രഹമായി പ്രസവിക്കാനുള്ള ഒരു കഴിവ്. അതിന്റെ ശാരീരിക പ്രത്യേകത ചിലപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു 10, 15, 20 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് പ്രകൃതി മാറ്റിയെടുക്കുക തന്നെ. അല്ല പ്രത്യേകിച്ച് അതിന് പ്രത്യേക ഭക്ഷണങ്ങൾ, പ്രത്യേക ശുശ്രൂഷകൾ, പ്രത്യേക എണ്ണ, അതിന് പ്രത്യേക രീതിയിൽ കുഴമ്പ് തേക്കുക, അങ്ങനത്തെ ഒരു ആവശ്യം ശരിക്കും ഇല്ല. ഇത് എവിടെന്നോ കണ്ടെത്തിയ ഒരു സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഇപ്പൊ നമ്മുടെ നാടുകളിൽ തന്നെ നല്ല സൗന്ദര്യമുള്ള നല്ല സ്ത്രീകളും ഒക്കെ ഒന്നൊരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ആകെ പ്രസവാനന്തര ഭക്ഷണം കഴിച്ചിട്ട് മാറുന്ന ഈ രീതിയിൽ നമ്മുടെ നാട്ടിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ മാറേണ്ടതുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് കുറെയൊക്കെ മാറി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതും സ്ത്രീകളെ പൊതുവായിട്ട് എന്ത് ചെയ്യണത്, ഈ പൊണത്തടിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായ ചില ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ച് അവര് ഈ ഒരു 50കളൊക്കെ അടുക്കുമ്പോൾ അവരെ ആർത്തവ വിരാമം വരുന്ന സമയത്ത് അവർക്ക് പൊതുവെ തടി വരുന്നില്ല. അത് നമ്മളെ കൺട്രോളല്ലാതെ അത് ശരീരത്തിലെ ഹോർമോണുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അങ്ങനെ തടി വരുന്നത്. അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് സ്ത്രീകൾക്ക് കൂടുതൽ വരുന്നുണ്ട്. ഈ തൈറോയ്ഡ് വരാനുള്ള ഒരു മെയിൻ കാരണം ഈ സ്ട്രെസ്സും വീടുകളിലെ പ്രത്യേക ജോലികളൊന്നും ഇല്ലാത്ത രീതി ഭക്ഷണം തന്നെയാണ് ഒരു കാരണം അതിന് ഉള്ളത്. അപ്പൊ ആ കാരണത്താലും പൊതുവെ ഒരുപാട് സ്ത്രീകൾ എന്ത് ചെയ്യുക, തടിയിലേക്ക് മാറുന്നതായിട്ട് കേരളത്തിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പിന്നെ സാംസ്കാരികമായിട്ടുള്ള മാറ്റം, കുറച്ച് മുമ്പ് വെറുതെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ചൈന സന്ദർശിക്കാൻ ഇടയായി. അപ്പൊ ചൈനയില് ഈ അവരെ കടകളിൽ 90% കടകളിലും സെയിൽസ് ഗേൾ അല്ലെങ്കിൽ കടന്റെ ചുമതല ഉള്ളത് സ്ത്രീകൾക്കാണ്. അപ്പൊ ഞാൻ നിരീക്ഷിച്ചപ്പോ അത് ഒരു ഐഡിയ എനിക്ക് തോന്നി. ഒരുപക്ഷെ അവരെ പുരുഷന്മാര് വേറെ അതിനേക്കാൾ നല്ല ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കച്ചവടത്തിലേക്കുള്ള സാധനങ്ങൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോകാൻ പോയതായിരിക്കും. പക്ഷെ കടയിൽ കാണുന്ന സ്ത്രീകളാണ്. ഈ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലൊന്ന് വരേണ്ടതുണ്ട്. കാരണം ഈ സംവിധാനം വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഒന്നാമത് സ്ത്രീകൾക്ക് ഒരു ജോലി. ഇപ്പൊ നമ്മുടെ ഒരു പലചരക്ക് കടക്കാരന് ഭരണ കടയിൽ നടത്താൻ ഇരുത്താം, അല്ലെങ്കിൽ കട നടത്താൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് കുടുംബം ഒന്ന് സെറ്റാണ് ചെയ്യുക. കാരണം ഒരു കുടുംബത്തിന് വരുമാനം ആ സ്ത്രീകളും കൂടി അറിയും. മാത്രമല്ല അവർക്കും കൂടി ആ വരുമാനത്തിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും റിലാക്സ് ആവാനും എന്ത് ചെയ്യുക, കുടുംബത്തിന്റെ ഒരു സെറ്റപ്പ് സ്ട്രോങ് ആവാനും സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ എന്ത് ചെയ്യുക, ജോലികളിലേക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളെ കൂടുതൽ എന്ത് ചെയ്യണം,
എൻഗേജ് ചെയ്യിപ്പിക്കണം. അത് അവരെ ഒരു ശാരീരിക അവസ്ഥയിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മളെ ഭക്ഷണത്തിന്റെ രീതികൾ, നമ്മളെ കേരളത്തിന്റെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യത്തെ ഭക്ഷണമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിന്റെ അബദ്ധങ്ങൾ മനസ്സിലാവുള്ളൂ. എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ എഴുന്നേറ്റ് ചായ, ഹെവി ഫുഡ്, പിന്നെ 10 മണിക്ക് കഞ്ഞി കുടിക്കുന്ന ആളുകൾ, ഉച്ചക്ക് ചോറ്, പിന്നെ വൈകുന്നേരം ചായ സ്നാക്സ് കഴിക്കുന്ന ആളുകൾ, പിന്നെ രാത്രിയിൽ വീണ്ടും ഭക്ഷണം. ഇതിൽ നമ്മൾ കഴിക്കണ ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് റൈസ്, അരി ഭക്ഷണം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. ഭയങ്കര ഭീകരമായ നമ്മൾ തടിയിലേക്ക് അത് മാറ്റുന്നുണ്ട്. ഈ ഭക്ഷണ നിയന്ത്രണങ്ങളും നമ്മളൊന്ന് എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റിയിൽ ആളുകളൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അത് പ്രായത്തിനനുസരിച്ച് എങ്ങനെ, അല്ലെങ്കിൽ ഓരോരുത്തർ ഹൈറ്റിനും വെയിറ്റിനൊക്കെ അനുസരിച്ച് എത്ര ഭക്ഷണം കഴിക്കണം എന്നുള്ള കമ്മ്യൂണിറ്റി നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത ഒന്നാണ് ഈ സ്ട്രെസ്. സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടും. കാരണം സ്ത്രീകൾക്ക് വിദേശത്ത് ഒന്നാമത് ഈ ഭൂരിപക്ഷം വീടുകളിലും ആണുങ്ങൾ വിദേശത്താണ്. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളും സ്ട്രെസ്സും ഒരു പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടാവാം. മാത്രമല്ല അനാവശ്യ സ്ട്രെസ്സുകളുണ്ട്. ഒന്നാമത് എന്ത് സ്ത്രീകളെ സ്വന്തം ശരീരത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തന്റെ മക്കളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ ജീവിതം എങ്ങനെയായിരിക്കും, മക്കൾ ഭാവിയിൽ എന്ത് പഠിക്കും, ഏത് കോഴ്സ് കിട്ടും, അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ട് നടക്കുക. ഞാൻ കാണുന്നുണ്ട് ചില സ്ത്രീകളൊക്കെ മക്കൾക്ക് 10ാം ക്ലാസ് പരീക്ഷയാണെങ്കിൽ ജോലിയുള്ള സ്ത്രീകളൊക്കെ രാവിലെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുക, മക്കളെ കൂടെ ഇരിക്കുക. അതൊന്നും അങ്ങനെ സ്ട്രെസ്സിന്റെ ആവശ്യമില്ല. അത് അതിൻ്റെതായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്ക് ചെയ്യുക, അതിൻ്റെതായ വഴിക്കൂടെ. ഈ കൂടുതൽ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, കൂടുതൽ ആകാംക്ഷ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഭക്ഷണം കൂടുതൽ ഇൻടേക്ക് എടുക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് മാറും. അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് പൊണ്ണത്തടിയിലേക്കും അങ്ങനത്തെ ഒരു സ്ട്രെസ് ടു എന്താ പറയുക, ഒരു ഒബസിറ്റി രീതിയിലേക്കും നമ്മളെ കേരളത്തിലെ സ്ത്രീകളൊക്കെ ചെറിയ വിഭാഗത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ പലർക്കും സമയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒക്കെ മക്കളെ കാര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ മകളെ കാര്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ പഠിക്കാൻ പോണ മകനെ കുറിച്ച്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പരീക്ഷ നടക്കാൻ പോകുന്ന മകനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും. സ്വന്തം കാര്യം അവർക്ക് നോക്കാൻ സമയം അവർക്ക് കിട്ടുന്നില്ല. അത് സംവിധാനം മാറേണ്ടതുണ്ട്. ഇതൊക്കെ സ്ത്രീകൾക്ക് പ്രകൃതിയാൽ സ്ത്രീകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കുടുംബത്തിൽ ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടി വരും. അത് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും എല്ലാ ഉത്തരവാദിത്തം ഒക്കെ സ്ത്രീകളെ തലയിൽ കെട്ടിവെക്കാതെ എന്ത് ചെയ്യാം, കുറച്ച് ഉത്തരവാദിത്തമൊക്കെ മാറിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് കുറച്ച് നമ്മളെ സ്വന്തം ശരീരത്തെ കുറിച്ച്, നമ്മളെ സ്വന്തം ആരോഗ്യത്തെ കുറിച്ച്, സ്വന്തം മാനസികാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്ന എപ്പോഴും നന്നായിരിക്കും. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഈ സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഒരു ചിന്താഗതിയിലും മാറ്റങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, സ്ത്രീകള് വീട്ടില് മക്കളെ നോക്കുക, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. ഇപ്പൊ സ്ത്രീകളെ സ്വന്തം ഒരു വരുമാനം അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ എന്ത് കാര്യങ്ങൾക്കും വേണ്ടി ഈ ഭർത്താവിനെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരെ, അല്ലെങ്കിൽ മുതിർന്ന മക്കളെ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ അത് ആ സംവിധാനം തന്നെ മാറും. ഓരോ ആളുകളും പ്രകൃതിയാല് അവന്റെ ഉത്തരവാദിത്തം കുടുംബത്തിനും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക, നമുക്കും നമ്മുടെ കാര്യങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ പല ഓണമായാലും പെരുന്നാളായാലും അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പോലും ഹസ്ബൻഡ് കൈ കിട്ടുന്ന അവസ്ഥയാണ് സ്ത്രീകൾക്ക് വരുന്നത്. ആ സംവിധാനം മാറണം. അവർക്ക് ജോലിക്ക് അവർ പോകണം. എന്തെങ്കിലും ജോലിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്റർപ്രണർഷിപ്പിലേക്കെങ്കിലും മാറും. ഒരുപാട് സാധ്യതകൾ ഇപ്പൊ ആധുനിക കാലഘട്ടങ്ങളിലുണ്ട്. ഇപ്പൊ ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകളാണ് ചെയ്യുന്നത്, ഓൺലൈനിൽ കാണുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങണം, എന്തെങ്കിലും സംരംഭങ്ങൾ സ്ത്രീകൾ തുടങ്ങട്ടെ. അവർ സ്വയം എന്ത് ചെയ്യുക, സാമ്പത്തിക രംഗത്ത് അവർ സ്വയം ഒരു സ്വന്തം കാലം നിൽക്കട്ടെ. അങ്ങനെ ആവുമ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ ശാരീരികാവസ്ഥയൊക്കെ നോക്കാനും നമ്മുടെ ശാരീരികാവസ്ഥയിൽ ഒന്നും മെലിയാനൊക്കെ നമുക്ക് സാധ്യത കൂടുതലാണ്. മറ്റേ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, ഭക്ഷണം അങ്ങനെ കഴിക്കുക, മൊബൈൽ അങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് അടിയിലേക്ക് നീങ്ങും. അപ്പൊ ഇത്തരം സാമ്പത്തിക രംഗത്തും സ്ത്രീകൾ ഇവിടുന്ന് കേരളത്തിലെ സ്ത്രീകളിൽ നിന്നും മാറ്റം വരേണ്ടതുണ്ട്. സന്തോഷമുള്ള കാര്യം, കുറെ ഈ ന്യൂജൻ ആളുകളെ കുറെയൊക്കെ അത് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ട്രഡീഷണൽ പുരുഷന്മാർ മാത്രം കൈയടക്കി വെക്കുന്ന ഒരുപാട് ജോലികളുണ്ട്, അതിലേക്കും സ്ത്രീകൾ വരേണ്ടതുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോ ഇൻഡസ്ട്രിയൽ വർക്കുകൾ സ്ത്രീകളെ കാണുന്നില്ലല്ലോ, ആശാരിപ്പണി സ്ത്രീകളെ കാണുന്നില്ല, പടവ് ജോലികൾക്ക് കാണുന്നില്ല. അതൊക്കെ മാറണം. ട്രഡീഷണൽ ആയിട്ട് എല്ലാ ജോലികളും വരണം.
എന്നാൽ നോക്കി, സർക്കാർ ജോലിയാണ്, സർക്കാർ ജോലി ആണും പെണ്ണും ഒരേപോലെ കൊടുക്കുന്നത്. ഏത് ജോലി ആണും പെണ്ണും ചെയ്യുന്നുണ്ട്. അതല്ല, എല്ലാ മേഖലയിലേക്കും സ്ത്രീകൾ കടന്നു വരുന്നു. ഇപ്പൊ KSRTC ഡ്രൈവർമാർ വരെ സ്ത്രീകൾ വരുന്നുണ്ട്, നമുക്ക് നാട്ടിൽ കാണുന്നുണ്ട്. പിന്നെ അതിൽ വളരെ വലിയൊരു മാറ്റം സംഭവിച്ചത് 1985-90 കാലഘട്ടത്തിലാണെങ്കിൽ വാഹനം ഓടിക്കുന്ന സ്ത്രീകൾ നമ്മളെ നാട്ടിൽ കാണില്ല. ഒരു സ്ത്രീ അഥവാ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതമായിട്ടൊക്കെ കാണുന്നത്. ഇത് മാറിയാണ്, നമ്മുടെ നാട് മാറി. എല്ലാ തരത്തിലും റോഡിലിറങ്ങിയ എല്ലാ തരത്തിലും സ്ത്രീകൾ വാഹനം ഓട്ടുന്നുണ്ട്. ഈവൻ രാത്രി 10 മണിക്ക് ശേഷം പോലും ബൈക്കിൽ ഈസ്റ്റ് ഏരിയ നമ്മുടെ നാട് ആളുകൾ സ്ത്രീകൾ പോകുന്നുണ്ട്. നമ്മുടെ നാടിന്റെ അവസ്ഥ മാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യണം, നിങ്ങളത് മാറിയേ പറ്റൂ. എന്ത് ചെയ്യുക, പുരുഷന്മാർ ചെയ്യുന്ന ഏകദേശം എല്ലാ ജോലികളും ഹാർഡായിട്ടുള്ള ജോലികളെല്ലാം എല്ലാ ജോലികളിലേക്കും സ്ത്രീകൾ അത് മാറി വരണം. അവർക്ക് അതിലേക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ കൊടുത്താലും അവരെ ശാരീരിക രംഗത്തും രംഗത്തും വലിയ മാറ്റങ്ങൾ അവരിലേക്ക് ഉണ്ടാവും. പിന്നെ മറ്റൊന്നാണ് ഈ കുട്ടികളെ സംരക്ഷണം. കുടുംബത്തിന് കുട്ടികളെ സംരക്ഷിക്കേണ്ട തുടക്കത്തിൽ കുട്ടി കുട്ടി ഒരു സ്വയം പര്യാപ്ത ആവുന്നത് വരെ കുറെയൊക്കെ സ്ത്രീകൾക്ക് തന്നെ എന്ത് ചെയ്യുക, അത് കഴിയുള്ളൂ. കാരണം അതൊരു പൊതുവെ ദൈവം അങ്ങനെ ഒരു കഴിവ് കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടുതൽ അവർക്ക്. എന്നിരുന്നാലും ആ ഉത്തരവാദിത്തങ്ങൾ കുറെയൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യണം. അത് തന്റെ പാർട്ട്ണർ ജെൻസിനോട് അത് ഷെയർ ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറണം. അല്ലാതെ ഫുള്ള് കുട്ടിന്റെ ഉത്തരവാദിത്തം, വീടിന്റെ ഉത്തരവാദിത്തം, വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കാൻ സ്ത്രീകൾ പാടില്ല. ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ പൊണ്ണത്തടിയിലേക്ക് ഘട്ടമായിട്ട് നമ്മൾ മാറുന്നത്. പിന്നെ പൊതുവെ നമ്മുടെ നാടുകളിൽ ഈ സ്ത്രീകൾക്ക് ഒരു പൊതുനിരത്തിലേക്ക് ഇറങ്ങാനൊന്നും ഒരു അവസരമില്ല. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പൊ ഒരു കൗമാരപ്രായക്കാരെ ചെറുക്കന്മാരൊക്കെ ആണെങ്കിൽ അവര് ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കളികൾ ഏർപ്പെടാൻ പുറത്തിറങ്ങി. അങ്ങനത്തെ ഒരു സാമൂഹിക അവസ്ഥ നമ്മുടെ നാടുകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്നാൽ വിദേശ നാടുകളിലൊക്കെ അതിന് വേണ്ട പാർക്കുകളുണ്ട്. ഓരോ ഗ്രാമങ്ങളിൽ ഓരോ പാർക്ക് ഉണ്ടാവും. ആ പാർക്കിൽ പൊതു കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് വിദേശ രാജ്യം. നമ്മളവിടെ അത് എത്തിയിട്ടില്ല. അതൊരു മോശമില്ലാത്തൊരു, നമ്മൾ ചിന്തിക്കാത്തൊരു പോരായ്മയാണ്. ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും വീട്ടിൽ പ്രശ്നം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിയിട്ട് കുറച്ച് അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൊണ്ടോ ഫ്രണ്ട്സിനെ കണ്ടിട്ട് കറങ്ങി വരാനുള്ള അവസരം ഉണ്ട് പുരുഷന്മാർക്ക്. ഇന്ന് നമ്മുടെ നാട് സ്ത്രീകൾക്ക് അതില്ല. എന്നാൽ പുതിയ ജനറേഷൻ അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവർ കുറെ പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ കണ്ടെത്താനും പുതിയ കൂട്ടുകെട്ടുകൾ കണ്ടെത്താനും പുതിയ ഗെയിമുകളിലേക്ക് അവരെത്തിപ്പെടാൻ പുതിയ ഗെയിമുകൾ. അതുപോലെ ഈവൻ ഈ ജിമ്മിലേക്ക് പോലും ഇപ്പൊ സ്ത്രീകൾ ഘട്ടമായിട്ടൊക്കെ വരുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഗെയിമുകൾ ഉൾപ്പെടെ ഷട്ടിൽ ടൂർണമെന്റുകൾ അല്ലെങ്കിൽ ഷട്ടിൽ ക്ലബുകളൊക്കെ അതിലേക്കും സ്ത്രീകൾ വരുന്നതും കാണുന്നുണ്ട്. അങ്ങനെ മാറട്ടെ. അവര് എന്ത് ചെയ്യുക, അവര് വീടിന്റെ അകത്തളങ്ങളിൽ കെട്ടിയിടാനുള്ള വസ്തുക്കളല്ല ഈ സ്ത്രീകള്. അവര് പ്രകൃതിയെ കുടുംബത്തിന് നൽകാനുള്ള ഉത്തരവാദിത്വം നേടിയ ശേഷം പുരുഷന്മാരെ പോലെ അവരും പുറത്തിറങ്ങട്ടെ. അവര് ഒന്നും ഒരു ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് നമ്മൾ തെറ്റായ ചിന്തയായിട്ടാണ് അത് കാണുന്നത്. പിന്നെ മറ്റുള്ള ഒന്നാണ് ഈ ഭക്ഷണ ക്രമത്തിലും തന്നെ സ്ത്രീകൾ ഇത് കേൾക്കുന്ന സ്ത്രീകളും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ നിന്ന് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൂടുതൽ പോഷണം മക്കളെയും ഭർത്താവിനെയാണ് അത് തീറ്റിക്കുക. പിന്നെ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതെന്ത് ചെയ്യും, ഈ ന്യൂട്രീഷൻ കമ്മി വന്നാലും ശരീരത്തിന് പ്രത്യേകതയാണ്, പ്രശ്നങ്ങളുണ്ട്. ന്യൂട്രീഷൻ കമ്മി വന്നു കഴിഞ്ഞാൽ ശരീരം വീണ്ടും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ചില സ്ത്രീകളുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ ഉമ്മയെ കാണാൻ എന്ത് ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാലും ഉമ്മ ഭക്ഷണം കഴിക്കൂല. മക്കൾക്കും അല്ലെങ്കിൽ ഫാദറിനെ കൊടുത്ത് എല്ലാവർക്കും ഉമ്മക്ക് വളരെ കുറച്ച് ചിലപ്പോൾ കഴിക്കാൻ ഉമ്മല്ല. അതുപോലെ അഡിക്റ്റ് വരെ കാണുന്നത് തെറ്റാണത്. നമുക്കൊരു ഭക്ഷണം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരേ പോർഷൻ, എല്ലാവർക്കും ഒരേ രീതിയിൽ അത് ഷെയർ ചെയ്യാനും വേണം. എല്ലാവർക്കും അതിന് പ്രോട്ടീൻസ് വിറ്റാമിൻസ് കിട്ടാണ്ടതുണ്ട്. അത് കിട്ടാതെ വന്നാലും സ്ത്രീകൾ കൂടുതൽ മറ്റു ഭക്ഷണം എടുക്കേണ്ട ഒരു അവസ്ഥ ഓട്ടോമാറ്റിക്കലും ശരി മറ്റു ഭക്ഷണം എടുക്കുകയും അതും നമ്മളെ ഘട്ടമായിട്ട് പൊണ്ണത്തടിയിലേക്ക് മാറ്റുകയും ചെയ്യും. പിന്നെ പൊണ്ണത്തടിക്കുള്ള വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് അവസാനം പറയുകയാണ്. അതിൽ ഒരു പോയിന്റ് ഉറക്കം. നല്ലോണം ഉറക്കം കിട്ടണം. ഒരു 8 മണിക്കൂറെങ്കിലും ഡീപ്പായിട്ട് ഉറങ്ങും. എന്നാല് അധികം ഉറക്കം വരുന്നത് ചിലരെന്ത് പകലൊക്കെ ഉറങ്ങി ഒരുപാട് എണ്ണം ഉറങ്ങിയാലും അപകടമാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ടീച്ചർ സുഹൃത്തുണ്ട്, ലേഡിയാണ്. ഈ ടീച്ചർ ഹസ്ബൻഡ് ഡോക്ടർ. അപ്പൊ അവര് വൈകുന്നേരം കൺസൾട്ട് കഴിഞ്ഞ ശേഷം രാത്രി 10 മണിക്ക് ശേഷം എത്തുള്ളൂ. പിന്നെ ടീച്ചർ ഉറങ്ങുമ്പോൾ എന്തായാലും 11 മണി കഴിയും. രാവിലെ 5 മണിക്ക് മുമ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവർ എഴുന്നേൽക്കും ചെയ്യണം. ഈ ടീച്ചറെ നല്ല വ്യായാമം ചെയ്യും, പക്ഷെ നല്ല തടിയുണ്ട്, പക്ഷെ ഇതൊരു മെലിയുന്നില്ല. എന്നോട് കൺസൾട്ട് ഞാൻ പറഞ്ഞത് മെലിയില്ല. കാരണം എന്താ വെച്ചാല് നമ്മള്
ഭക്ഷണം കുറക്കുന്നതോടൊപ്പം തന്നെ നല്ലോണം വ്യായാമം ചെയ്തിട്ട് കാര്യം ഉറങ്ങണം. ഒരു നല്ല ഉറക്കം. ഈ ഉറങ്ങണ സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ബോഡിയിലുള്ള ഫാറ്റൊക്കെ ബേൺ ചെയ്ത് പോകുന്നത്. അപ്പൊ ഉറക്കം ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താ? സ്ത്രീകളുടെ അവസ്ഥ, നമ്മുടെ വീട്ടിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്ന വ്യക്തി ഉമ്മയായിരിക്കും, അല്ലെ അമ്മയായിരിക്കും. ഏറ്റവും അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളും ഉമ്മയായിരിക്കും, അമ്മ. പല ഉമ്മമാർക്കും ഉറക്കത്തിന് നല്ല ഷോർട്ടേജ് ഉണ്ട്. ഇത് ഈ നിരന്തരമായിട്ടുള്ള ഈ ഉറക്കത്തിന്റെ ഷോർട്ടേജ് നിങ്ങളെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും? പൊണ്ണത്തടിയിലേക്ക് മാറ്റും. മറ്റൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ നമ്മുടെ ഈ ആരോഗ്യ രംഗത്തെ മാറ്റങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ സ്ത്രീകൾക്കുണ്ട്. കാരണം പല സ്ത്രീകളും, പൊണ്ണത്തടികളായ പല സ്ത്രീകളും വിചാരിക്കുന്നത്, ഞാൻ പൊണ്ണത്തടിയായി, ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു വേഷം ധരിക്കാനും കഴിയില്ല, ഇനി മരിക്കുന്നത് വരെ ഞാൻ ഈ പൊണ്ണത്തടിയിലേക്ക് പോകുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് ഒന്നാമത് അതിന്റെ അജ്ഞത, വിവരമില്ലായ്മയാണ്. കാരണം പലരും പഴയകാല ഉമ്മമാരാണ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഉമ്മമാർ. പക്ഷെ ഇപ്പൊ ന്യൂജനക്ക് എഡ്യൂക്കേഷൻ ഉള്ള ഉമ്മമാരാണെങ്കിൽ പോലും ഇവർ വിചാരിക്കുന്നത് ഇത് മാറില്ല എന്നാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്ര തടിയുള്ള ആളാണെങ്കിലും ശരി, നിങ്ങൾ കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കൃത്യമായിട്ടൊരു എക്സസൈസ് ചെയ്യുക. ജിമ്മിൽ പോകേണ്ട ആവശ്യം, ജിമ്മിൽ നമുക്ക് എന്നും പോകാൻ കഴിയില്ല. ജിമ്മിൽ പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ ആരംഭശൂലായിട്ട് 1-2 മാസം പോകും. സ്ഥിരമായിട്ട് നമുക്ക് കഴിയില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം അത് ദൂരെ ആയിരിക്കും, അതിനായിട്ട് ഒരുങ്ങി പുറപ്പെടാൻ പല പ്രയാസമാണ്. അപ്പൊ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കൃത്യമായി വ്യായാമം ചെയ്യുക. ഇപ്പൊ ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് സംവിധാനങ്ങൾ. ഇങ്ങനത്തെ ഓൺലൈൻ കോച്ചിങ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ കൃത്യനിഷ്ഠയോടെ പോകുന്ന കോച്ചിങ് സെന്ററുകളുണ്ട്. കൃത്യമായിട്ട് ഭക്ഷണം നിയന്ത്രിച്ച് കൃത്യമായിട്ട് വ്യായാമം ചെയ്താൽ ഒരു 2 മാസം 3 മാസം കൊണ്ട് ചെറിയ റിസൾട്ടുകൾ നിങ്ങൾക്ക് വരും. ഒരു 5-6 മാസം വരുമ്പോൾ മോശമല്ലാത്ത റിസൾട്ട് വരും. പിന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, കമ്മിറ്റ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ, ഒരു 6 മുതൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നിങ്ങളെ ശരീരത്തെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ച ആ രീതിയിലേക്ക്. ഇപ്പൊ ആധുനിക ടെക്നോളജിയിലും ആധുനിക സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. എക്സസൈസിന്റെ പല രീതികളുണ്ട്, പല ശരീരത്തിലെ പല ഭാഗങ്ങൾക്കാണെങ്കിൽ പല ഭാഗങ്ങൾ ചെയ്യേണ്ട പലതരത്തിലുള്ള എക്സസൈസ് ഒക്കെ കൃത്യമായി ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ശരീരത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ കമന്റുകൾ താഴെ അറിയിക്കുക. നിങ്ങൾക്ക് താല്പര്യം, ഇത്തരം വിവരങ്ങൾ നിങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.